ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഒരിക്കലും മറക്കാനാവാത്ത തിരിച്ചടി നൽകിയ ഭാരതസേനയ്ക്ക് അഭിവാദ്യം അർപ്പിക്കാൻ വിമുക്ത ഭട കൂട്ടായ്മ പാളയം യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം സമർപ്പിച്ചും മെഴുകുതിരികൾ തെളിയിച്ചും മൗന പ്രാർത്ഥന നടത്തി. വിവരങ്ങളുമായി ശ്രീനന്ദ ഒപ്പം ചേരുന്നു. ശ്രീനന്ദ, യാത്ര എവിടെ എത്തി? കൃഷ്ണരാജ്, തിരുവനന്തപുരം ജില്ലയിലെ വിമുക്ത ഭടന്മാരും കുടുംബാംഗങ്ങളും പങ്കെടുക്കുന്ന ഈ സിന്ദൂർ ഓപ്പറേഷനിലൂടെ ഒരിക്കലും നാടിന് മറക്കാനാകാത്ത തിരിച്ചടി നൽകിയ ഇന്ത്യൻ സൈന്യത്തിന്, വിമുക്ത ഭടന്മാരുടെ ഭാരതത്തിൻ്റെ വീരസൈനികർക്കും നിരപരാധികളായ പൗരന്മാർക്കും ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ വിമുക്ത ഭടന്മാർ തിരുവനന്തപുരം പാളയം യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം സമർപ്പിച്ചും മെഴുകുതിരികൾ കത്തിച്ചുമുള്ള മൗന പ്രാർത്ഥന നടത്താനാണ് ഒരുങ്ങുന്നത്. അല്പസമയത്തിനകം തന്നെ മൗന പ്രാർത്ഥന തുടങ്ങുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. ഇപ്പോൾ നിരവധി സൈനികരും അതുപോലെ തന്നെ അവരുടെ കുടുംബാംഗങ്ങളും പങ്കെടുക്കുന്ന ഒരു ചടങ്ങാണ് ഇപ്പോൾ ഇവിടെ നടക്കാനായി പോകുന്നത്. ഈ ഒരു നിമിഷം 6:45 തന്നെ ഈ ഒരു ചടങ്ങ് ഇവിടെ നടക്കുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. വീരമൃത്യു ആക്രമണത്തിലൂടെ ഭാരതം നല്ലൊരു തിരിച്ചടിയാണ് നൽകിയതെന്നും ആ തിരിച്ചടിക്ക് സഹായിച്ച ധീരജവാന്മാർക്കാണ് ഇവിടെ ഇപ്പോൾ ഒരു മെമ്മോറിയൽ എന്ന രീതിയിൽ ഒരു പുഷ്പചക്രം അർപ്പിച്ചുകൊണ്ട് അവരെ പ്രാർത്ഥിക്കാനായി എത്തിയിരിക്കുന്നത്. ഉടൻ തന്നെ ഇതിവിടെ ആരംഭിക്കുന്നതായിരിക്കും. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഒരിക്കലും മറക്കാനാവാത്ത തിരിച്ചടി നൽകിയ ഭാരതസേനയ്ക്ക് അഭിവാദ്യം അർപ്പിക്കുകയാണ് വിമുക്ത ഭട കൂട്ടായ്മ. വിവരങ്ങൾ നൽകുകയായിരുന്നു ശ്രീനന്ദ.